ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 110 സർവീസായിട്ട് കയറ്റിയാണ്, ജനറൽ സർവീസായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. നിലവിൽ ബാക്ക് സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ടയർ അത്യാവശ്യം ഗ്രിപ്പുള്ള ടയർ കിടക്കണം. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ലൈനർ നമുക്ക് ഈ പറഞ്ഞ പോലെ മാക്സിമം അഡ്ജസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റാനായിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് വയ്ക്കുന്ന സമയത്ത് എയർ ഫിൽറ്റർ നല്ല ബ്ലോക്കാണ്, നല്ല രീതിയിൽ ബ്ലോക്കായിട്ട് പൊടി കയറിയിട്ടുണ്ട്. അപ്പോൾ മൈലേജിൻ്റെ ഒരു കേസ് പറഞ്ഞിട്ടുമുണ്ട്. എയർ ഫിൽറ്റർ ഇത്രയും ബ്ലോക്കുള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും മൈലേജിൽ വേരിയേഷൻ വരും. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റിയിടേണ്ടത്. എയർ ഫിൽറ്റർ പ്ലഗും കൂടി ചേഞ്ച് ചെയ്തിടാം. അതേപോലെ തന്നെ കാർബറേറ്റർ അസംബ്ലി നമുക്കിപ്പോൾ തൽക്കാലം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വേറെ മിസ്സിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എയർ ഫിൽറ്ററും പ്ലഗും മാറ്റിയതിന് ശേഷം ടാക്കോമീറ്റർ ഉപയോഗിച്ചിട്ട് കറക്റ്റ് ട്യൂണിങ്ങിൽ നിർത്താം. നമുക്ക് വേറെ കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഴിച്ചാൽ മതി. അതല്ലെങ്കിൽ എന്താ പറ്റുമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു 350 രൂപ നമുക്ക് കോസ്റ്റ് വന്നുണ്ട്. പിന്നെ അഴിക്കുമ്പോൾ എന്തെങ്കിലും അഡീഷണൽ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് എമൗണ്ടിൽ വേരിയേഷൻ വരും. സ്വാഭാവികമായിട്ട് നമുക്ക് നിലവിൽ ഇപ്പോൾ വേറെ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അത് തൽക്കാലം ഒഴിവാക്കുകയാണ്. കാരണം അങ്ങനത്തെ വേറെ ഓടിച്ചു നോക്കുമ്പോഴായാലും വേറെ കംപ്ലയിൻറ്റ്സോ കാര്യങ്ങളൊന്നും നിലവിൽ കാണിക്കുന്നില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ക്ലച്ചിൽ ഈ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഇവിടെ തന്നെ ഈ വലിയ ഒരു ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കൈയോടെ നമുക്ക് ചേഞ്ച് ചെയ്തിടാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ബെൽറ്റ് ക്ലച്ച് ഷൂക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടി അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. നമുക്ക് ബെൽറ്റ് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റിനാണ് കിടക്കുന്നത്. നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ പൊട്ടലിൽ കാര്യങ്ങൾ ചെറുതായിട്ടൊരു വിള്ളലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം ഇപ്പോൾ മാറ്റണ്ട, ഓടിക്കോളും. അത് നമുക്ക് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പിന്നെ അതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ആയാലും പെർഫോമൻസ് ചെക്ക് ചെയ്യണം, വർക്കിങ്ങിൻ്റെ ഓക്കെയാണ്, അതിൽ വേറെ പ്രോബ്ലം ഇല്ല. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണത്. അത് നിലവിൽ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് തൽക്കാലം അത് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും എത്തിയിട്ടില്ല. ക്ലച്ച് യൂണിറ്റ്, ക്ലച്ച് ഷൂ വരുന്ന ഈ ഭാഗമാണത്. അതിൻ്റെ ആയാലും പെർഫോമൻസും വർക്കിങ്ങും ഓക്കെയാണ്, അതിൽ പ്രോബ്ലം. ക്ലച്ച് ഔട്ടർ ആയാലും നമുക്കൊന്ന് പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. സ്ക്രാച്ചസോ കാര്യങ്ങളോ ക്ലച്ച് പിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. കിക്കറിൻ്റെ വീല് നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിടും. പിന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഇല്ല. ആക്സിലേറ്റർ കേബിൾ ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നും തൽക്കാലം കാണുന്നില്ല. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ നമുക്ക് ലിങ്ക് ടൈപ്പ് സസ്പെൻഷൻ വരാം. അപ്പോൾ അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ചെറിയൊരു പ്ലേ ഒക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. തൽക്കാലം നമുക്ക് അത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാത്രം കോളറൊന്ന് മാറ്റി ചേഞ്ച് ചെയ്തിടാം. പിന്നെ ഗ്രീൻ ബുഷ് എന്തെങ്കിലും ഇവിടെ വന്ന ഷോക്കിൻ്റെ ബുഷ് ഓവലായിട്ടുണ്ട്, അതൊന്ന് മാറ്റിയിട്ടേക്കാം. കാരണം അത് ഈ പറഞ്ഞ രീതികളെ നമുക്ക് ടയറിൻ്റെ അലൈൻമെൻറ്റിനൊക്കെ ബാധിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ ബ്രേക്ക് ലൈനർ, ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറും കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് കംപ്ലീറ്റ് ആയിട്ട് ഈ ബെയറിങ് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലയിൻറ്റും കൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ചെറിയ വെട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെയല്ല നമുക്ക് ആ ഫ്രണ്ട് വെട്ടൽ മെയിനായിട്ട് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ടയറുമായി ബന്ധപ്പെട്ടാണ്. ബെയറിങ് പോയതിൻ്റെയാണ് ഇവിടെ തുരുമ്പിൻ്റെ ആയിട്ടുള്ള ഒരു പ്രസൻസ് വന്നതാണുള്ളത്. ബെയറിങ് നമുക്ക് മാറ്റി ആ ഡസ്റ്റ് സീലും മാറ്റി റീസെറ്റ് ചെയ്യാം. ഫ്രണ്ട് വെട്ടൽ 100% മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടയർ ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും. പക്ഷേ നിലവിൽ നമുക്ക് ഈ ടയർ അത്യാവശ്യം ഗ്രിപ്പുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട വർക്ക് എന്താ വെച്ചാൽ ബാക്കിലത്തെ ടയർ തീർന്നു കഴിയുമ്പോൾ ഈ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യാം. ഫ്രണ്ടിൽ കമ്പനി വരുന്ന മോഡൽ, സാപ്പർ മോഡൽ എന്ന് തന്നെ പറയാം, ആ മോഡൽ യൂസ് ചെയ്യാം. അതിപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും നമുക്ക് അത് യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ കംഫർട്ടും അത്യാവശ്യം കിലോമീറ്റർ ഓടി കിട്ടുന്നതും അത് തന്നെയാണ്. ഇതിന് അത്യാവശ്യം കിലോമീറ്റർ കിട്ടും. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കൊരു റഫ്നെസ് ഫീൽ ചെയ്യും. എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത് ഉണ്ടാവില്ല. പിന്നെ ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി നമ്മൾ ഇരിക്കുന്നത് മിൻറ്റയുടെ ബാറ്ററിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ബാറ്ററി കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വോൾട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വോൾട്ട് 12.80 ആ റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. 12 വോൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വോൾട്ട് ഉണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുക. അപ്പോൾ നിലവിൽ സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ബാറ്ററി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് കാണിച്ചിട്ട് ചെയ്താൽ മതി. നിലവിലിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മീറ്റർ എന്തെങ്കിലും ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും മുൻകൂട്ടി കാണിച്ചു തരുന്നു. കാരണം കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലയിൻ്റ് ആണെന്ന് തന്നെ കാണിക്കും. ഇപ്പോൾ നിലവിൽ ഇതിനകത്ത് കാണിക്കുമ്പോൾ ഈ ശരിക്കും ലോ ആണെങ്കിൽ നമുക്ക് ഇവിടെ ലോ ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ലോ ആയിട്ടല്ല കാണിക്കുക, വോൾട്ട് ഉണ്ടെങ്കിലും ബാറ്ററി ഡാമേജ് ആയിട്ടുള്ള രീതിയിൽ തന്നെ കാണിക്കുന്നത്.
അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. ചിലപ്പോൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ കാണിക്കാം, ചിലപ്പോൾ കുറച്ച് ടൈം കിട്ടിയേക്കാം, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കാം. എന്തായാലും ഓൾറെഡി ബാറ്ററി ഡാമേജ് എന്ന് പറഞ്ഞ സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ കേസ് പറഞ്ഞു. എയർ ഫിൽട്ടർ മാറ്റണ കൂട്ടത്തിൽ കൂടെ തന്നെ മാറ്റേണ്ട ഒരു പാർട്ടാണ് സ്പാർക്ക് പ്ലഗ്. പ്ലഗും എയർ ഫിൽട്ടറും കൂടി ഒരുമിച്ചാണ് മാറ്റേണ്ടത്. ഒരു പ്രാവശ്യം മാറ്റി കഴിഞ്ഞാലും അടുത്ത 10,000 കിലോമീറ്റർ കഴിയുമ്പോൾ 10,000 കിലോമീറ്റർ വരെയാണ് നമുക്ക് ലൈഫ് ഉള്ളൂ എയർ ഫിൽട്ടറിൻ്റെയും പ്ലഗിൻ്റെയും. കാരണം എയർ ഫിൽട്ടർ ബ്ലോക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്രോളായിരിക്കും കൂടുതൽ. എയർ ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ പവർ ആവശ്യം വരുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കും, അപ്പോൾ പെട്രോളായിരിക്കും കൂടുതൽ ഇറങ്ങി വരാം. എയറിനേക്കാളും കൂടുതൽ പെട്രോൾ മിക്സ് ആവും. അങ്ങനെ വരുന്ന ആ പെട്രോൾ ആ ഫ്യൂൽ മിക്സർ വരുന്നാലും ഇവിടെ പ്ലഗിനകത്ത് കത്തിക്കാനുള്ള ഇഗ്നീഷൻ കിട്ടില്ല. 100% പെർഫോമൻസ് ഒരു 10,000 കിലോമീറ്ററൊക്കെ പ്ലഗിനുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 10,000 കിലോമീറ്റർ കൂടുമ്പോൾ പ്ലഗ് മാറ്റാൻ പറയുന്നത്. നിലവിൽ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും പ്ലഗ് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചിട്ടല്ല മാറ്റേണ്ടത്. അതിൻ്റെ അത്യാവശ്യം നല്ല ലൈഫ് കഴിഞ്ഞാൽ എടുത്ത് മാറ്റാമെന്നുള്ളതാണ് ഏറ്റവും ഇതായിട്ടുള്ള കേസ്. അതല്ലെങ്കിൽ എന്ത് പറ്റണമെന്ന് വെച്ചാൽ അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ ഹെഡ് ഈ ചെല്ലുന്ന പെട്രോൾ ഫുള്ള് കത്താണ്ട് വരുമ്പോൾ ആ എഞ്ചിൻ ഹെഡിനകത്ത് കാർബണായിട്ട് ഡെപ്പോസിറ്റ് ആവും. ആ വേസ്റ്റേജ് മൊത്തം അതിനകത്ത് അടിഞ്ഞുകൂടി കൂടുതൽ കംപ്ലൈൻറ്റുകളിലേക്ക് വരും. വാൽവിൻ്റെ ഭാഗത്തും പിസ്റ്റണിൻ്റെ ടോപ്പ് സൈഡിലും പിസ്റ്റണിൻ്റെ എഡ്ജിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാർബൺ കൂടുതൽ കയറിയിട്ട് അത് മെയിൻ്റനൻസ് നമുക്ക് കൂടുതൽ വലുതാക്കി തരും. അതായത് ചിലവ് കൂടുതൽ രീതിയിൽ ഉള്ള മെയിൻ്റനൻസ് കൊണ്ടുവന്ന് തരാൻ സാധ്യതയുണ്ട്. സാധാരണ അങ്ങനെയാണ് സംഭവിക്കാറ്. അതുകൊണ്ടാണ് നമ്മൾ എയർ ഫിൽട്ടർ പ്ലഗൊക്കെ 10,000 കിലോമീറ്ററിനകത്ത് മാറ്റണം എന്ന് പറയേണ്ട റീസൺ. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുന്ന ദിവസം പറഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഓൾറെഡി ഓയിലിൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കിലോമീറ്റർ വൈസ് വെച്ച് നോക്കാനായിട്ട് സ്പീഡോമീറ്റർ ഇതിൻ്റെ ഓൾറെഡി വർക്കിംഗ് അല്ല. കഴിഞ്ഞ സർവീസിന് വരുമ്പോഴും ഇപ്പോഴും ഒരേ കിലോമീറ്റർ തന്നെയാണ്. മീറ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കേബിളിൻ്റെ കേസൊക്കെ റെഡിയാക്കിയത് ദിവസം. ഇപ്പോൾ നിലവിലെ സ്പീഡോമീറ്റർ അസംബ്ലിയെപ്പാടി മാറ്റിയാൽ മീറ്റർ കേബിളൊക്കെ റെഡിയാക്കി ഇടാണെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം എന്താ വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കിലോമീറ്ററിനെ ബേസ് ചെയ്തിട്ട് വരാം. ഓയിൽ ചേഞ്ച് ആയാലും സർവീസ് ആയാലും എല്ലാ മെയിൻ്റനൻസുകളും കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അതേപോലെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ ഞാൻ പറഞ്ഞായിരുന്നു, ബ്രേക്ക് ലൈനർ തീർന്നേക്കണം. അപ്പോൾ നിലവിൽ ഇപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിടാം. ഏകദേശം എത്ര വരുമെന്നൊരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം.